നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്ന പ്രത്യേക വ്യക്തി ആരാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഇതിനായിട്ട് ഞാനിവിടെ 8 കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഏത് കാർഡിനോടാണോ നിങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് ആ ഒരു കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാർഡ് തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ഇവിടെ ആദ്യം നമുക്ക് ഹീറോഫൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി ഇവിടെ സ്പിരിച്വലി ഗ്രൗണ്ടഡ് ആയ ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ട്രഡീഷൻസ്, എത്തിക്സ് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ടോ ഒരു ഗുരുവായിട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ അവർ പ്രവേശിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് പ്രവേശിക്കുവാനുള്ള പ്രധാന കാരണം ലൈഫ് പർപ്പസ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു വഴി തുറന്നു തരുവാനുമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ പലർക്കും ഈ ഒരു വ്യക്തിയുടെ വരവോട് കൂടി ഒരു ആത്മീയ വളർച്ച ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഹീറോഫൻ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലോട്ട് ഉടൻ പ്രവേശിക്കാൻ പോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കലാപരമായൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ പാടാനുള്ള കഴിവൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലയിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വൺസ് ആണ്. ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്ന വ്യക്തി ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും കൈവരിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നിങ്ങൾക്കരികിലേക്ക് വരുമ്പോൾ നിങ്ങളെയും ഇവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വലിയ ഒരു നിലയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്കിന്റെ ഫലം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ വരവ് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കി തരുമെന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വളരെയധികം ആഡംബരപൂർണമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എംപറർ ആണ്. അതായത് ഈ ഒരു വ്യക്തി ഇവിടെ കൂടുതൽ പേർക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് വരും എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ സുരക്ഷിതമായി നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അതായത് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികൾ മുൻകാലത്ത് ചില തെറ്റുകളൊക്കെ ചെയ്ത വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവോട് കൂടി നിങ്ങളുടെ മുൻകാലത്തിലെ ആ ഒരു തെറ്റുകളെല്ലാം എൻഡ് ആകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് തന്നെയാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വൺസ് ആണ്. അതായത് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന വ്യക്തി ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവരുടെ ഭാരങ്ങളും വിഷമതകളും കുറയുമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ആർക്കൊക്കെയോ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് പണി കിട്ടിയ ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഉടൻ തന്നെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമെന്നാണ് ഈ ഒരു 10 ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. അതായത് മുൻകാലങ്ങളിൽ ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം ഈ ഒരു വ്യക്തിക്ക് അതായത് അനുഭവിച്ച വിഷമതകളൊക്കെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും സ്നേഹവും കാരണം അവർ അനുഭവിച്ച വിഷമങ്ങളൊക്കെ അവർക്ക് ഹീലായി പോകുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഹീലറായി മാറും നിങ്ങളെന്നാണ് ഈ ഒരു 3 ഓഫ് സോർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.